ഹരേ കൃഷ്ണ രദേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഹരിയോ. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് എങ്ങനെയാണ് ആ ഗുരുഭവനപുരിയിൽ നിൽക്കുന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് പോവാം. എല്ലാവരും എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ? നമുക്ക് കാണാനായിട്ട് ഗുരുഭവനപുരിയിലേക്ക്, ആ ശ്രീലകത്തേക്ക് നമുക്കൊന്ന് പോവാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന എവിടെ ഇരുന്നായാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് എന്നോടൊപ്പം വരിക. ഭഗവാനെ കാണാനായിട്ട്, ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കാണാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അങ്ങനെ പോവാണ്, ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ആ കൊടിമരത്തിന്റെ കീഴേ കൂടെ നമ്മൾ ഭഗവാനെ കാണാനായിട്ട് കടന്നു ചെല്ലുകയാണ് അല്ലേ. ആ ഗോപുരവാതിലൊക്കെ ഇങ്ങനെ കടന്നു ചെന്ന് നമ്മളിങ്ങനെ ആ തിരക്കിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെ നമ്മൾ എത്തുന്നു ഭഗവാനെ നേരിട്ട് കാണാനായിട്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണ് ആ ഗുരുഭവനപുരിയിൽ, ആ ശ്രീലകത്ത് തൻ്റെ ഭക്തജനങ്ങളെ കാത്തു നിൽക്കുന്നത് എന്നറിയാനായിട്ട് ആകാംക്ഷയോട് നമ്മളിങ്ങനെ നോക്കി കാണാണ് അല്ലേ. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് എങ്ങനെയാ നിൽക്കുന്നത്? തൊട്ടടുത്ത് ശിവലിംഗമുണ്ട്, ത്രിശൂലമുണ്ട്. അങ്ങനെ സാക്ഷാൽ ശിവഭഗവാനെ തൊഴുതുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് താണ് തൊഴുതു നിൽക്കുന്ന സാക്ഷാൽ ഭഗവാനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. എന്തൊരു അത്ഭുതമാണല്ലേ. കണ്ണനിങ്ങനെ സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ തൻ്റെ താമരയുള്ള കൈകൊണ്ട് വന്ന് തൊടുന്നത് താഴേക്കാണ് അല്ലേ. ആ താഴെ വന്ന് തൊടുന്നത്, ആ തൊടുന്ന ഭാഗത്ത് ശിവലിംഗമാണുള്ളത്. മേളിൽ ആരാണ്? ബ്രഹ്മ വിഷ്ണു മഹേശ്വര. അങ്ങനെയുള്ള ഭഗവാന്റെ അനന്തശായിയായിട്ടുള്ള ഭാവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നു ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ ആ ശിവലിംഗത്തെ താണ് തൊഴുത് നമസ്കരിച്ച് നിൽക്കുന്ന ഭാവത്തെ നമ്മൾ കാണുകയാണ് അല്ലേ. അങ്ങനെയാണെന്ന് ശ്രീലകത്ത് കണ്ണനുള്ളത്. നമ്മളെ എല്ലാം രക്ഷിക്കാനായിട്ട് ഭഗവാൻ അതാ കണ്ണൻ്റെ അടുത്തെത്തുന്ന എല്ലാവർക്കും ഭഗവാൻ എല്ലാം ഞാൻ തന്നെയാണ്. പലരും ചോദിക്കുന്ന സംശയം ഇതാണ്, എന്താണ് അങ്ങനെ ആ മുതുഭാവത്തിൽ ഭഗവാൻ ഇങ്ങനെ അനന്തശായിയായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഭഗവാൻ തന്നെ മറുപടി പറയുന്നു, എല്ലാം നാം തന്നെയാണ്, ഒന്നു തന്നെയാണ്, ഈ മൂവരും ഒന്നു തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഭാവത്തെയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നത്. വിശേഷപ്പെട്ട ആ മമ്മിയൂരപ്പനെ നമ്മൾ അവിടെ കാണുന്നു. ശിവഭഗവാൻ തൻ്റെ സ്ഥാനം അവിടെ നിന്ന് ആ നന്മയുള്ള ഊരിനെ, അങ്ങനെ അതിപ്രശസ്തമായ ആ നാടിനെ ഗുരുവും വായുവും ചേർന്ന് ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ, പാതാളാഞ്ജന ശിലയിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ശിവഭഗവാനും പാർവതീ ദേവിയും ചേർന്ന് ആ പുഷ്പവൃഷ്ടി, അതായത് ദേവലോകം മുഴുവനും ചേർന്ന് പുഷ്പവൃഷ്ടി നടത്തുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സമയത്ത് തൊട്ടടുത്ത് മാറി ആ നന്മയുള്ള ഒരിനെ പേര് പറയും അല്ലേ, മമ്മിയൂരപ്പൻ. ആ മമ്മിയൂരപ്പനെ കാണണം നമ്മൾ. ഗുരുവായൂരെത്തി ചെന്നാൽ ഭഗവാനെ കണ്ടതിന് ശേഷം ആ മമ്മിയൂരപ്പനെ കണ്ട് താണ് തൊഴുത് വരണമെന്നാണ് ഭഗവാൻ നിർദ്ദേശം. അങ്ങനെ ശിവഭഗവാനെ, ആ മമ്മിയൂരപ്പനെ എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. താണ് തൊഴുതു നിൽക്കുന്ന ആ ദിവ്യമായ ഭാവത്തെ നമ്മളിന്ന് ഭഗവാന്റെ ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ഭഗവാനെ ഇന്ന് നമ്മൾ പൊന്നുണ്ണിക്കണ്ണനായിട്ട് കാണുന്നുണ്ട് അല്ലെ. ആ ഭഗവാന്റെ ആ ദിവ്യമായ രൂപത്തെ നമുക്ക് കാണാം. എന്താണ് ഭഗവാൻ പൊന്നിൻ കിങ്ങിണിയും അരമണിയും
ഒക്കെ ചാർത്തിക്കൊണ്ട്, വനമാലയും ഉണ്ടമാലയൊക്കെ ചാർത്തിക്കൊണ്ട്, കൈവളകളും തോൾവളകളും കാതിലെ കമ്മലും ഒക്കെ ആയിട്ട് ഉണ്ടമാലയൊക്കെ ചാർത്തിക്കൊണ്ട്, ആ പൊന്നിൻ കിരീടമൊക്കെ വെച്ചുകൊണ്ട്, മയിൽപ്പീലിയൊക്കെ ചൂടിക്കൊണ്ട് ഭഗവാൻ അതാ തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു ഭാവത്തെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്ന. എല്ലാവരുടെ മനസ്സും ഭഗവാന്റെ അടുത്തേക്ക് എത്താ, ആ പൊന്നുണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് എത്താ, ആ ശ്രീലകത്തേക്ക് എത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് ആ ശിവഭഗവാനെയും കൂടി ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം നമുക്കിന്ന് ഭഗവാൻ തന്നിരിക്കുകയാണ് അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇങ്ങനെ ഭഗവാനെ ശ്രീലകത്തുനിന്ന് കാണാൻ സാധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഭഗവാനെ കാണാൻ സാധിച്ച ആ ഇന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, പൊന്നുണ്ണിക്കണ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ താണു വണങ്ങിക്കൊണ്ട്, ഭഗവാനെ താണു വണങ്ങിക്കൊണ്ട് അങ്ങനെ നമുക്കിന്ന് ഒന്ന് തിരിയാം. അങ്ങനെ ആ ശ്രീലകത്ത് നിന്ന് നമ്മളിങ്ങനെ മെല്ലെ ഒന്ന് പോരാണല്ലേ. മനസ്സ് വരുന്നില്ല അല്ലെ, കണ്ണനെ കണ്ടിട്ട് മതിയായിട്ടില്ല അല്ലെ. എത്ര കണ്ടാലും മതിയാവാത്ത, കൊതി തീരാത്ത പൊന്നുണ്ണിക്കണ്ണന്റെ ആ സുന്ദരമായ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ കണ്ണിൽ നിന്ന് ആ നീല വെളിച്ചം നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തേക്ക് എത്തുന്നതായിട്ട്, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുടിയിരിക്കുന്നതായിട്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ തൊടുന്നതായിട്ട്, ചേർത്ത് പിടിക്കുന്നതായിട്ട്, അനുഗ്രഹിക്കുന്നതായിട്ട്, പൊന്നുപാദങ്ങളിലേക്ക് നമ്മൾ നമസ്കരിക്കുന്നതായിട്ട്, പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാനായിട്ട് സാധിച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്നും ഭഗവാന്റെ ആ നിത്യമായ ശോഭയിൽ, ആ നെയ്ത്തിരിവെട്ടത്തിൽ കാണാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആ ശ്രീലകത്തെത്തുമ്പോൾ കിട്ടുന്ന എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചു വന്നതാണ്. ആ പൊന്നുണ്ണിയെ കാണുമ്പോൾ നമ്മളെല്ലാം തന്നെ എന്തോ ഒരു വല്ലാത്തൊരു മായാജാലത്തിൽപ്പെട്ട പോലെ ആ പൊന്നുണ്ണിയുടെ അടുത്തേക്ക് ഓടിയെത്താനെന്ന പോലെ എല്ലാ സങ്കടങ്ങളും വ്യതകളും ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളെ നമസ്കരിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന പോലെ ഓരോരുത്തരും കാത്തു നിൽക്കുന്നു. പൊന്നുണ്ണിയെ കണ്ട ശേഷം നമ്മള് മനമെല്ലാ മനസ്സോടെ മനസ്സിൽ കാത്തുവെച്ച സങ്കടങ്ങൾ ആ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് എല്ലാം ഞാൻ നോക്കിക്കോളാം, എന്നും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് യാത്രയാക്കുന്ന, അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയും ഭഗവാനെയും അമ്മയൂരപ്പനെയും നമ്മൾക്കിന്ന് ഒരുമിച്ച് കാണാൻ സാധിച്ചിരിക്കുന്നു. ഈ പുണ്യമായ ഭാഗ്യം ഈ വൈശാഖ മാസത്തിൽ, ഈ മാധവ മാസത്തിൽ ഭഗവാൻ നമുക്ക് തന്ന പുണ്യമാണ് എന്ന് കരുതുക. ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം നേടിക്കൊണ്ട് നമുക്ക് പുറകിലേക്ക് തിരിയാം. ഭഗവാനെ കണ്ടുകൊണ്ട്, ആനന്ദശായിയെ ഭഗവാനെ കണ്ടുകൊണ്ട്, താമരക്കണ്ണനെ കണ്ടുകൊണ്ട്, അവിടെ അല്പസമയം ഇരുന്നു കൊണ്ട്, ആ തീർത്ഥക്കുളത്തിൽ നിന്ന് വരുന്ന ആ തണുത്ത കാറ്റ് മനസ്സിനെ തലോടിക്കൊണ്ട്, തഴുകിക്കൊണ്ട്, ശാന്തമാക്കിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതായിട്ട്, നമ്മളെ തൊട്ട് തലോടുന്നതായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഭഗവാന്റെ അനുഗ്രഹം അന്ന് വീഴുന്നതായിട്ട്, ഒരു കുളിരായിട്ട് നമ്മുടെ തലയിൽ അന്ന് നിറയുന്നതായിട്ട്, മനസ്സിൽ അന്ന് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. മണിക്കിണർ കണ്ടുകൊണ്ട്, താമരക്കണ്ണനെ കണ്ടു തൊഴുതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം, ശാന്തിയും സമാധാനവും നന്മയോടുകൂടി നന്മയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിൽ നന്മയോടുകൂടി പ്രവർത്തിക്കാനും ശാന്തമായിട്ട് ജീവിക്കാനും നല്ല മനുഷ്യരാവാനും ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും ദിവ്യമായ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം, ഹരി ഓം ഹരി ഓം.